ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് മന്ത്രിസഭയുടെ അംഗീകാരം. റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. JB കോശി കമ്മീഷന്റെ 32 ശുപാർശകളിൽ കൂടി മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. വീടുകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായുള്ള സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തേക്കാണ് ഇൻഷുറൻസ് കാലാവധി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരണം എന്ന് സംബന്ധിച്ച കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന ആവശ്യവും അത് കോടതി കയറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ സർക്കാർ അറിയിച്ചതുമാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളത്. ഇപ്പോൾ ആ റിപ്പോർട്ടിന് അംഗീകാരം നൽകുന്നു. അത് ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ എന്താണ്? സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളത് ആ ശുപാർശകൾ നടപ്പിലാക്കണമെന്നുള്ളതും ക്രൈസ്തവ സഭകളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സംസ്ഥാന സർക്കാർ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതായി മന്ത്രിസഭ അറിയിക്കുന്നത്. ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിനകം തീരുമാനം കൈക്കൊണ്ട ശുപാർശകൾക്ക് പുറമെ 32 എണ്ണത്തിൽ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതായി മന്ത്രിസഭ അറിയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1947 എന്ന വർഷം അത് ഈ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡമായി പരിഗണിക്കേണ്ടതില്ല എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: 47 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന നിബന്ധന അശാസ്ത്രീയമാണ്. അത് ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളുടെ അന്വേഷണത്തിന് സഹായകരമായ ഒരു രേഖയെ പരിഗണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് അനുവദിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. അതായത് അത് ദീർഘകാലമായി ലത്തീൻ സമുദായങ്ങൾ, ലത്തീൻ സഭ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. അതിൽ 1947 എന്ന വർഷം എടുത്തു കളയുന്നു സർക്കാർ. അതിൽ ബിഷപ്പ് നൽകുന്ന ജാതി സമുദായ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർക്ക് ഈ പ്രാദേശിക അന്വേഷണത്തിന് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്ന സുപ്രധാന തീരുമാനം കൂടി മന്ത്രിസഭ കൈക്കൊള്ളുന്നതിനോടകം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വീടുകൾക്കുള്ള സാമ്പത്തിക ഇൻഷുറൻസ് എന്നുള്ള ഒരു പദ്ധതിയാണ്. വീടുകളുടെ സാമ്പത്തിക സുരക്ഷ സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വാസസ്ഥലങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് സമഗ്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. ഇതിന്റെ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മന്ത്രിസഭ അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.